ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് POC നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്യായം 17, ചോദ്യം 204. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? അപ്പസ്തോലന്മാർ. 205. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത്? കടുക് മണിയോളം. 206. ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. 207. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. അധ്യായം 18, ചോദ്യം 208. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ 2 പേർ പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്ക് ആയിരുന്നു? ദേവാലയത്തിലേക്ക്. 209. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും എന്ന്. 210. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആര്? ഫരിസേയൻ. 211. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതം എന്ത്? 2 പ്രാവശ്യം ഉപവസിക്കുന്നു. 212. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങൾ എന്തെല്ലാം? ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. 213. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. 214. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന്. 215. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആര്? ചുങ്കക്കാരൻ. 216. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശം എന്ത്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 217. യേശു കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെ ആയിരുന്നു? ശിശുക്കളെ. 218. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരം ഏത്? ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. 219. തൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ശിശുക്കളെക്കുറിച്ച്. 220. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ശിഷ്യന്മാരോട്. 221. ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുക്കളെപ്പോലെ ഉള്ളവരുടേത്. 222. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ.
223. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ധനികനായ ഒരു അധികാരി. അധ്യായം 19. ചോദ്യം 224. ജെറീക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യൻ ആര്? സക്കേവൂസ്. 225. സക്കേവൂസ് ഏത് ദേശക്കാരൻ ആയിരുന്നു? ജെറീക്കോ. 226. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും ആയിരുന്നു. ആര്? സക്കേവൂസ്. 227. ജെറീക്കോയിൽ വെച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ ആര്? സക്കേവൂസ്. 228. സക്കേവൂസ് എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? നീതിമാൻ, ശുദ്ധൻ. 229. യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിൻ്റെ ജോലി എന്തായിരുന്നു? ചുങ്കം പിരിക്കൽ. 230. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിന് അത് സാധ്യമായിരുന്നില്ല. കാരണം എന്ത്? പൊക്കം കുറവായിരുന്നതിനാൽ. 231. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയ മരത്തിൻ്റെ പേര് എന്ത്? സിക്കമൂർ. 232. മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നു. ആ മനുഷ്യൻ ആര്? സക്കേവൂസ്. ആ മരം ഏത്? സിക്കമൂർ മരം. 233. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? സക്കേവൂസിനോട്. 234. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. 235. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആ പാപി ആര്? സക്കേവൂസ്. 236. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആര് ആരെപ്പറ്റി പറഞ്ഞു? യഹൂദർ യേശുവിനെപ്പറ്റി പറഞ്ഞു. 237. യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്ത്? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. 238. തൻ്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? സ്വത്തിൽ പകുതി. 239. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യും എന്നാണ് യേശുവിനോട് പറഞ്ഞത്? 4 ഇരട്ടിയായി തിരിച്ച് കൊടുത്തുകൊണ്ട്. 240. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? സക്കേവൂസ്. 241. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? സക്കേവൂസിൻ്റെ. 242. സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? അബ്രാഹത്തിൻ്റെ പുത്രൻ. 243. ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യൻ്റെ പേര് എന്ത്? സക്കേവൂസ്. 244. യേശുവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര്? സക്കേവൂസ്. 245. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് യേശു അരുളി ചെയ്യുന്നത്?
നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 246. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? യേശു സക്കേവൂസിനോട് പറഞ്ഞു. 247. ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമ ഏത്? 10 നാണയത്തിൻ്റെ ഉപമ. 248. 10 നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെ ആയിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷത്തിൽ പറയുന്നത്? ജെറുസലേമിന് സമീപത്ത്. 249. 10 നാണയത്തിൻ്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്തു വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ദൈവരാജ്യം ഉടൻ വന്നു ചേരും എന്ന്. 250. അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ചുറ്റും നിന്നിരുന്നവരോട്. 251. ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഇല്ലാത്തവനിൽ നിന്ന്. 252. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ്? 10 നാണയത്തിൻ്റെ. 253. 10 നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണം എന്നാണ് പ്രഭു പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയണം എന്ന്. 254. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരായിരിക്കണം എന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത്? 10 നാണയത്തിൻ്റെ ഉപമ. 255. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ജെറുസലേമിലേക്കുള്ള യാത്ര. 256. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവ് മലയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേര് എന്ത്? ബെത്ഫഗെ, ബെഥാനിയ. 257. ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? 2 ശിഷ്യന്മാരെ. അധ്യായം 20. ചോദ്യം 258. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? മൂലക്കല്ലായി. 259. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ കല്ലിന്മേൽ നിപതിക്കുന്നവന് എന്ത് സംഭവിക്കും? അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ എന്ത് സംഭവിക്കും? കല്ലിന്മേൽ നിപതിച്ചാൽ തകരും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധൂളിയാക്കും. 260. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത്? സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ 118 അധ്യായം 22-23 വാക്യങ്ങളിൽ. 261. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഉപമ ഏത്? അവർ ആര്? മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ. കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 262. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ജനങ്ങളെ.
263. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച്. 264. യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? ദേശാധിപതിയുടെ, അതായത് പീലാത്തോസിൻ്റെ അധികാരത്തിനും വിധിക്കും. 265. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞത് ആര്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 266. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത്? ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? 267. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദ ചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയം ഏത്? ഒരു ദനാറ. 268. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദ ചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ദനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ത് മനസ്സിലാക്കിയപ്പോൾ ആണ്? അവരുടെ കൗശലം. 269. സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത്? സീസറിൻ്റേത്. 270. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം എന്ത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. സീസറിന് നികുതി കൊടുക്കുന്നതിനെപ്പറ്റി ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തത് എന്ത്? മൗനം അവലംബിച്ചു. 272. നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത്? ജനങ്ങളുടെ. 273. പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? സദുക്കായർ. 274. ഒരാളുടെ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യം എന്ത്? സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. 275. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? മോശ. 276. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യ ആയിരുന്നു? 7 സഹോദരന്മാരുടെ. 277. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണ് എന്നാണ് യേശു പറയുന്നത്? ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. അധ്യായം 21. ചോദ്യം 278. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ആരു നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കും എന്നാണ് യേശു പറയുന്നത്? യേശുവിൻ്റെ നാമം നിമിത്തം. 279. യേശുവിൻ്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ
എല്ലാവരും ദ്വേഷിക്കും എങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത്. ഒരു തലമുടിയിഴ പോലും. 280. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദയായിലുള്ളവർ എന്ത് ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. അധ്യായം 22, ചോദ്യം 281. പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 282. യേശുവിനെ എങ്ങനെ വധിക്കാം എന്നതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആര്? പുരോഹിതന്മാരും നിയമജ്ഞരും. 283. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഏത് സമയത്ത് ആണ്? പെസഹ അടുത്തപ്പോൾ. 284. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നു എങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെ? ജനങ്ങളെ. 285. സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? യൂദാസ്. 286. 12 അപ്പോസ്തോലന്മാരിൽ ആരിൽ ആണ് സാത്താൻ പ്രവേശിച്ചത്? യൂദാസിൽ. 287. യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 288. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ത്? പണം. 289. എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ. 290. പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പോസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്ത് വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? സ്വന്തം കുപ്പായം. 291. താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നത് എന്ന് യേശു പറയുന്നത്? നിയമ ലംഘകരോട് കൂടെ. 292. പൂരിപ്പിക്കുക. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ് പൂർത്തിയാകേണ്ടതാണ്. 293. വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പോസ്തോലന്മാർ പറഞ്ഞത്? 2 വാൾ. 294. പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത്? ഒലിവ് മലയിലേക്ക്. 295. പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവ് മലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ശിഷ്യന്മാർ. 296. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവ് മലയിൽ എത്തിയ ശിഷ്യന്മാരോട് ആദ്യം യേശു അരുളി ചെയ്ത വചനം ഏത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 297. ഗെത്സേമനിയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരം മാറിയാണ് പ്രാർത്ഥിച്ചത്? ഒരു കല്ലേറ് ദൂരം. 298. ഗെത്സേമനിയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? മുട്ടിന്മേൽ വീണു. 299. ഗെത്സേമനിയിൽ യേശുവിനോടുകൂടി ഉണ്ടായിരുന്നവർ സേവകൻ്റെ ഏതു ചെവിയാണ് ഛേദിച്ച് കളഞ്ഞത്? അത് യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ? വലത്ത് ചെവിയാണ് ഛേദിച്ചത്. ചെവി തൊട്ടാണ് യേശു സുഖപ്പെടുത്തിയത്. 300. ഗെത്സേമനിയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാ സുവിശേഷത്തിൽ ആരെല്ലാം ആയിരുന്നു? പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. ഗെത്സേമനിയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം?
വാളും വടിയും. 302. ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത്. കവർച്ചക്കാരനെതിരെ എന്ന പോലെ. 303. ഗെത്സേമനിയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെ ആയിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. 304. പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും. അന്ധകാരത്തിൻ്റെ. 305. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട്? പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 306. ഗെത്സേമനിയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. 307. നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പോസ്തോലനെ കണ്ടിട്ടാണ്? പത്രോസിനെ. അധ്യായം 23. ചോദ്യം 308. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? പീലാത്തോസ്. 309. യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? 3 പ്രാവശ്യം. 310. യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 311. യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ബറാബാസ്. 312. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണം എന്ത്? ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. 313. യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശ് ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര്? ശിമയോൻ. 314. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശ് ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരൻ ആയിരുന്നു? കിറേനക്കാരൻ. 315. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നത് ആര്? സ്ത്രീകളുടെ സമൂഹം. അധ്യായം 24. ചോദ്യം 316. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വെച്ച് ആയിരുന്നു? എമ്മാവൂസിലേക്കുള്ള വഴിയിൽ വെച്ച്. 317. എമ്മാവൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ആര്? ക്ലെയോപ്പാസ്. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഗോഡ് ബ്ലെസ് യു.